ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് കളിക്കുന്ന LC80യുടെ 1:12 സ്കെയിലിൻ്റെ ഒരു ചെറിയ റിവ്യൂ. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 1:12 ഉള്ള ലാൻഡ് ക്രൂസർ. ഇതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടുത്ത് നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് റിമോട്ടാണ്. റിമോട്ട് ഇവിടെ 4 ബാറ്ററി, നമ്മളുടെ നോർമൽ AA സൈസ് ബാറ്ററിയാണ് നമുക്ക് ഇതിലിടാനുള്ളത്. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോള്, വണ്ടി ഫ്രണ്ട് ബാക്ക്, അതുപോലെ തന്നെ 4 ലോ 4 ഹൈ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ സൈഡിലുണ്ട്. പിന്നെ ഒരുപാട് നമ്മളുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ്, അതേപോലെ റിവേഴ്സ്, ത്രോട്ടിൽ ക്രോളർ, പവർ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ മുകളിലാണുള്ളത്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു കാർബൺ ഫൈബർ ടച്ച് പോലുള്ള ഒരു റിമോട്ടാണ്. നമുക്കിനി അടുത്ത ബോക്സിലേക്ക് നോക്കാം. തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റായിട്ടാണുള്ളത്. ഇനിയാണ് നമ്മളുടെ താരം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സാൻ കളറുള്ള വണ്ടിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഏതൊരു വണ്ടി ബ്രാൻഡന്മാരും ഇത് കണ്ടാൽ ഒരിക്കലെങ്കിലും ഓടിക്കാൻ കൊതിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. ആ ഒരു LC80ന് ആ ഒരു മാക്സിമം ക്വാളിറ്റി തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക് പാർട്സാണ്, കുറച്ച് മെറ്റൽ പാർട്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം ലിഫ്റ്റഡ് ആണ് ഇതിൻ്റെ വരുന്നത്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഈ സസ്പെൻഷനും കാര്യങ്ങളും ടയേഴ്സും ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അത്യാവശ്യം ഒരു ഓഫ് റോഡിങ്ങിന് ടയേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. വണ്ടിയിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വണ്ടിക്ക് ടോപ്പിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഹെഡ് ലൈറ്റ് ഉണ്ട്, റിവേഴ്സ് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട്. നമുക്കിനി റിമോട്ട് കണക്ട് ചെയ്യാം. റിമോട്ട് കണക്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. ഇവിടെയുള്ള ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ കണക്റ്റായി. ലൈറ്റ് ബ്ലിങ്കിങ് ഒഴിവായാൽ റിമോട്ട് കണക്റ്റ് ആയതാണ്. വണ്ടി ജസ്റ്റ് ഇതാണ് സ്റ്റിയറിംഗ് വരുന്നത്. ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടി ജസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഒന്നും പറയാനില്ല, അടിപൊളി ക്വാളിറ്റി. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിതിൻ്റെ ഔട്ട് സൈഡിൽ എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു, ഇതിൻ്റെ ക്രോളർ മോഡ്, നമുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ 4 ലോ മോഡ് ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാം.